വിന്റർ സീസൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈദരാബാദിലെ വഴിയോരങ്ങളിലും മാർക്കറ്റ്സിലും ഒക്കെ സജീവമായിട്ട് കാണപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഇതിനാദ്യം കണ്ടപ്പം എന്താണെന്നുള്ള കൺഫ്യൂഷൻ എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഗൂഗിളൊക്കെ ചെയ്തതിന് ശേഷമാണ് ആരാണെന്ന് കണ്ടുപിടിച്ചത്. അപ്പം ഇത് നിങ്ങളാരെങ്കിലും കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ ഈ ഷോപ്പിലുള്ള ആളെ കൊണ്ട് തന്നെ ഞാനിത് പീൽ ഓഫ് ചെയ്യിപ്പിച്ചു. കാരണം എനിക്കിത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും കൂടെ അറിഞ്ഞുകൂടാ. അപ്പോൾ ആദ്യം തന്നെ ഒരു ഔട്ടർ ലെയർ ഉണ്ട്, ഡ്രൈ ലീഫ് പോലത്തെ, അതൊന്ന് പീൽ ഓഫ് ചെയ്തതിന് ശേഷം അയാൾ സെക്കൻഡ് ലെയറും പീൽ ഓഫ് ചെയ്യാണ്, ഒരു ഹാർഡായിട്ടുള്ള ലെയർ. അതും പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കരിമ്പ് പോലത്തെ ഒരു സംഭവം കിട്ടും. അതാണ് നമ്മൾ കഴിക്കേണ്ടത്. ഇതാണ് പാം സ്പ്രൗട്ട്സ് അഥവാ പനങ്കിഴങ്ങ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ കഴിക്കുന്നതും ഇതിനെപ്പറ്റി കേൾക്കുന്നതും ഒക്കെ. ഇതൊരു ട്രഡീഷണൽ വില്ലേജ് ഫുഡാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് ആക്ച്വലി തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ബീഹാർ, തമിഴ്നാട് എന്നുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് നമുക്ക് ബോയിൽ ചെയ്ത് കഴിക്കാം, റോ ആയിട്ടും കഴിക്കാം. ഒരു ഹെൽത്തി സ്നാക്ക് ആയിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് കണ്ടില്ലേ, ഒരു കരിമ്പിൻ്റെ രൂപമാണ് കേട്ടോ ആൾക്കുള്ളത്. ടേസ്റ്റ് വൈസും ഓക്കെയാണ്, നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട് കേട്ടോ. കാർഡിയോവാസ്കുലർ ഡിസീസസിൻ്റെ റിസ്ക് കുറയ്ക്കുന്നു, ക്യാൻസേഴ്സിൻ്റെ റിസ്ക് കുറയ്ക്കുന്നു, വെയിറ്റ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഹാർട്ട് ഹെൽത്തിന് നല്ലതാണ്, ഡൈജഷൻ, മെറ്റബോളിക് ബൂസ്റ്ററാണ്, ഫൈബർ, മിനറൽസ്, കാൽഷ്യം, അയൺ എല്ലാത്തിലും റിച്ച് ആണ്. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ. അതേപോലെ ഇത് വാട്ടർ ചെസ്നട്ട് ആണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫിഗ് ഉണ്ട്, അങ്ങനെ വെറൈറ്റീസ് ഓഫ് സംഭവങ്ങളുണ്ട് കേട്ടോ ഹൈദരാബാദിലെ മാർക്കറ്റ്സിൽ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ച് ഈ പാം സ്പ്രൗട്ട്സ്. പിന്നെ ഇത് നമ്മൾ പെർമസൻ ഫ്രൂട്ട്, അതെൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാം. ഈ പാം സ്പ്രൗട്ട്സ് ആണ് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.